അല്ലെ? ഓക്കെ ഓക്കെ. കട്ടുണ്ടോ? ത്തിന്റെ ഷർത്തുകളിൽ ഇങ്ങനെ തുടങ്ങിയതൊക്കെ ഓരോ വിഷയത്തിന്റെ തുടങ്ങി നൽകുക എന്നൊക്കെയാണ്. നിസ്കാരത്തെക്കുറിച്ച് നിയമങ്ങളും മറ്റും പറഞ്ഞു. ഇനിയാണ് മൈക്കിടക്ക് പോകുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യാനാ സുഹൃത്തുക്കളെ, നാട്ടിലെ നെറ്റും നമ്മളുമായി യാതൊരു പ്രയാസമാണ്. നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ ബാബു സ്വലാ എന്ന് പറഞ്ഞു തുടങ്ങി. ഇനി ബാബിന് ശേഷം കടന്നു വരേണ്ടത് ഫസ്ലാണ്. അപ്പൊ ഫസ്ലിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഫസ്ലിന് മലയാളം അനുബന്ധമെന്നും അല്ലെങ്കിൽ വിട്ടുപിരിക്കുക എന്നും മറ്റൊരു വിഷയത്തെ ആ ബാബിന്റെ കീഴിൽപ്പെട്ട ഒരു ചെറിയ വിഷയത്തെ സൂചിപ്പിക്കാനാണ് ഫസ്ലി എന്ന് ഇബാറത്തിടുക. ഫസ്ലുൻ ഫീ ശുറൂത്തി സ്വലാത്തി, നമസ്കാരത്തിന്റെ ഷർത്തുകളിൽ പരാമർശിക്കുന്ന ഫസ്ലാകുന്നു. നമസ്കാരത്തിന്റെ ഷർത്തുകൾ നമുക്കൊക്കെയും അറിയുന്നവരാണ്. എന്നാലും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിന്റെ ഭാഗമായി എങ്ങനെയാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ പരിചയപ്പെടുത്തിയെന്നും എന്താണ് ഷർത്ത് എന്നൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നിസ്കാരത്തിന്റെ ഷർത്ത് എന്ന് നമ്മൾ പലപ്പോഴും പറയും. എന്താ ഈ ഷർത്ത് എന്ന് പറഞ്ഞാൽ? ഫസ്ലുൻ ഫീ ശുറൂത്തി സ്വലാ, നമസ്കാരത്തിന്റെ ഷർത്തുകളിൽ പറയുന്ന ഫസ്ലാകുന്നു. അശ്ശർത്തു, ഷർത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ ഷർത്ത് എന്ന് പറയുന്നത് ഒന്നാകുന്നു. അശ്ശർത്തു, ഷർത്തു എന്ന് പറഞ്ഞാൽ ഒന്നാകുന്നു. യുതവഖഫു അലൈഹി, ആ ഒന്നിന്മേൽ ആശ്രയിക്കും. വേണമെങ്കിൽ യുതവഖഫു അലൈഹി എന്ന് വായിക്കാം, അല്ലെങ്കിൽ യതവഖഫു എന്നും വായിക്കാം. യതവഖഫു അലൈഹി, ആ ഒന്നിന്മേൽ ആശ്രയിക്കും. സിഹ്ഹത്തു സ്വലാത്തി, നമസ്കാരത്തിന്റെ സ്വീകാര്യത, നമസ്കാരത്തിന്റെ സിഹ്ഹത്ത്, നമസ്കാരം ശരിയാവുക എന്നത് അതിന്മേൽ ആശ്രയിക്കും. നമസ്കാരം ശരിയാവണമെങ്കിൽ അത് ഉണ്ടാവണം. അതിനാണ് ഷർത്ത് എന്ന് പറയാം. അപ്പൊ നമസ്കാരം ശരിയാവണമെങ്കിൽ അതുണ്ടാവണം. സുജൂദ് ഇല്ലാതെ നിസ്കാരം സഹീഹാകൂലല്ലോ. അപ്പോൾ സുജൂദ് നിസ്കാരത്തിന്റെ ഷർത്താണോ? മനസ്സിലാക്കണേ. ഷർത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. യതവഖഫു അലൈഹി, ആ ഒന്നിന്മേൽ ആശ്രയിക്കും. സിഹ്ഹത്തു സ്വലാത്തി, നമസ്കാരത്തിന്റെ സിഹ്ഹത്ത്, നമസ്കാരം ശരിയാവുക എന്നത്. അപ്പോൾ നിസ്കാരം സ്വഹീഹാവാൻ എന്ത് ആവശ്യമുണ്ടോ അതിന്റെ പേരാണ് ഷർത്ത്. അപ്പോൾ സുജൂദ് ഇല്ലാതെ നിസ്കാരം ശരിയാവില്ല. അപ്പോൾ സുജൂദ് നിസ്കാരത്തിന്റെ ഷർത്താണോ? അല്ല. എന്തുകൊണ്ട്? ഷർത്ത് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, വലൈസ മിൻഹ, നമസ്കാരത്തിൽ പെട്ടതുമല്ല. നിസ്കാരത്തിന്റെ സിഹ്ഹത്തിന് ആശ്രയിക്കുന്നതും അതോടൊപ്പം നമസ്കാരത്തിൽ പെടാത്ത ഒന്നിനാണ് എന്തു പറയാ? ഷർത്ത് എന്ന് പറയാം. പ്രത്യേകം ശ്രദ്ധിക്കണം. നമസ്കാരത്തിന്റെ നമസ്കാരം എന്ന പ്രവൃത്തിയിൽ അത് പെടുന്നില്ല. എന്നാൽ നമസ്കാരം സ്വഹീഹാവണമെങ്കിൽ അത് വേണം താനും. അങ്ങനെയുള്ളതിനാണ് ഷർത്ത് എന്ന് പറയുക. ഉദാഹരണം, വുളു നമസ്കാരത്തിന്റെ ഷർത്താണ്, അല്ലെങ്കിൽ ശുദ്ധി നിസ്കാരത്തിന്റെ ഷർത്താണ്. അത് നിസ്കാരത്തിന്റെ ഉള്ളിൽപ്പെട്ട വിഷയമല്ല. എന്നാൽ നിസ്കാരമാവണമെങ്കിൽ വുളു വേണം, ശുദ്ധി വേണം. അങ്ങനെയാണ് ഷർത്തിന്റെ നിർവചനം, ഷർത്തിന്റെ ഡെഫിനിഷൻ ബഹുമാനപ്പെട്ടവർ പരിചയപ്പെടുത്തിയത്. അശ്ശർത്തു, ഷർത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. യുതവഖഫു അലൈഹി, ആ ഒന്നിന്മേൽ ആശ്രയിക്കപ്പെടും. സിഹ്ഹത്തു സ്വലാത്തി, നമസ്കാരത്തിന്റെ സിഹ്ഹത്ത്, നമസ്കാരം ശരിയാവുക എന്നത്. വലൈസ മിൻഹ, എന്നാൽ ആ ഒന്ന് അല്ല. മിൻഹ, നമസ്കാരത്തിൽ പെട്ടതുമല്ല. ഒറ്റ ഭാഷയിൽ പറഞ്ഞാൽ നമസ്കാരത്തിൽ പെടാത്ത, നമസ്കാര സ്വഹീഹാവലിനെ ആശ്രയിക്കുന്ന ഒന്നിനാണ് ഷർത്ത് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഒരർത്ഥത്തിൽ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നിസ്കാരം എങ്ങനെയാണ് ഉണ്ടാവുക പറയേണ്ടതെന്ന് ചോദ്യം വരാം. അല്ല. കാരണം നിസ്കാരം എന്നത് സുജൂദും അതുപോലെ റുക്കുവും ഒക്കെ അടങ്ങിയ കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾക്ക് നിസ്കാരം എന്ന പേര് ലഭിക്കണമെങ്കിൽ ഏതു വേണം? ഈ ഷർത്തൊക്കണം. ഒരാൾ വുളു ഇല്ലാതെ കണ്ട് നമസ്കാരത്തിലെ സർവ്വകർമ്മങ്ങളും ചെയ്തു എന്ന് കരുതി അവൻ നമസ്കരിച്ചു എന്ന് പറയില്ല. കാരണം എന്താണ്? നമസ്കാരത്തിന്റെ ഷർത്തുണ്ടെങ്കിലേ, ഏതൊന്നിന്റെയും ഷർത്തുണ്ടെങ്കിലേ ആ വസ്തു ഉണ്ട് എന്ന് പറയാവൂ. നമ്മൾ അറബിയിൽ ഒറ്റ ഭാഷയിൽ പറഞ്ഞാൽ ഷർത്തുണ്ടെങ്കിലേ, ഷർത്തു വെക്കപ്പെട്ട ഷർത്തുണ്ടെങ്കിലേ മശ്റൂത്ത് ഉണ്ടാവുകയുള്ളൂ.
ഷുറൂത്തു അല്ലെ, അവിടെ തന്നെ ആയിരിക്കും. വഖുദ്ദിമത്തി ഷുറൂത്തു, ഷർത്തുകളെ മുന്തിക്കപ്പെട്ടു, അലൽ അർക്കാനി, ഫർളുകളെക്കാൾ. അതെ, വഖുദ്ദിമത്തി ഷുറൂത്തു, ഷർത്തുകളെ മുന്തിക്കപ്പെട്ടു, അലൽ അർക്കാനി, ഫർളുകളെക്കാൾ എന്ന് പറഞ്ഞാൽ ഫർളുകൾ പറയാതെയാണ് നിസ്കാരത്തിന്റെ ഷർത്തുകളെ ആദ്യം പറയുന്നത്. അതെന്താ കാരണം? ലി അന്നഹ ഔലാ ബിത്തഖ്ദീമി, അതാണ് മുന്തിക്കൽ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടത്, ഏറ്റവും അനുയോജ്യമായത്. ലി അന്നഹ, നിശ്ചയം ഷർത്തുകളാണ് ഔലാ, ഏറ്റവും അനുയോജ്യമായത്, ഏറ്റവും ബന്ധപ്പെട്ടത്, ബിത്തഖ്ദീമി, മുന്തിക്കൽ കൊണ്ട്. അതെന്താ അങ്ങനെ? ഷർത്തുകളെക്കാൾ ഫർളുകളാണ്. ഇപ്പൊ ഷർത്തുകൾക്കോ കൂടുതൽ വില ഫർളുകൾക്കോ? വില സത്യത്തിൽ കൂടുതൽ ഫർളുകൾക്ക് തന്നെയാണ്. പക്ഷേ ഷർത്തുകൾ പിന്നെന്താ, ഷർത്തുകളാണ് ആദ്യം പറയേണ്ടതെന്ന് പറയാൻ കാരണം തീർത്തും അങ്ങനെയല്ല. കാരണം ഇത് എന്ന് പറഞ്ഞാൽ കാരണം എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ് ഇത്. ഹർഫ് തായ്ലീൽ എന്ന് നമ്മൾ പറയും. ഇത് ഹർഫ് തായ്ലീൽ. ഇത് കാരണം അഷർത്തു, ഷർത്ത് എന്ന് പറഞ്ഞാൽ മാ, ഷർത്ത് മാ ഒന്നാണ്. യജിമു തഖ്ദീമുഹു അല സ്വലാ, നിസ്കാരത്തെക്കാൾ അത് മുന്തിക്കൽ നിർബന്ധമാണ്. നിസ്കാരത്തിന് കയറുന്നതിന് മുമ്പ് അത് ആവശ്യമാണ്. പോരാ, വസ്തിംറാറുഹു ഫീഹ, അത് നമസ്കാരത്തിൽ സ്ഥിരപ്പെടലും നിർബന്ധമാണ്. വുളൂയോടുകൂടി കയറി വുളൂ നമസ്കാരത്തിന് അവസാനം വരെ വേണം അല്ലെ. അപ്പൊ നിസ്കാരത്തിന് മുമ്പേ തുടങ്ങുന്നതും നമസ്കാരത്തിൽ സ്ഥിരപ്പെടുന്നതുമായ ഒന്നാണ് ഷർത്ത്. അതേസമയം ഫർള് എന്നുള്ള നമസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ അല്ലെ. ഫർളാണ്, ശരിക്കും ഫർള് കൊണ്ടാണ് നമസ്കാരമാകുന്നതെങ്കിലും ആ നമസ്കാരമാകാൻ മുമ്പേ തയ്യാർ ചെയ്യേണ്ടതാണ് ഷർത്ത്. മാത്രമല്ല നമസ്കാരത്തിൽ ഉണ്ടാവുകയും വേണം. ഇസ്തിമ്രാർ എന്നൊക്കെ പറഞ്ഞാൽ സ്ഥിരപ്പെടുക എന്നർത്ഥം. വഖുദ്ദിമത്തി ശുറൂത്തു എന്നുകൂടി കേട്ടോളൂ. വഖുദ്ദിമത്തി ശുറൂത്തു, ഷർത്തുകളെ മുന്തിക്കപ്പെട്ടു, അലൽ അർക്കാനി, ഫർളുകളെക്കാൾ. റുക്കിന് എന്ന് പറഞ്ഞാൽ അവിഭാജ്യ ഘടകം, തൂണ് എന്നൊക്കെയാണ് ശരിയായ അർത്ഥത്തിന്റെ. എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവണേ, നിസ്കാരം ഉണ്ടാവണമെങ്കിൽ റുക്കിന് വേണം, ഫർള് വേണം. ലി അന്നഹ, കാരണം ഷർത്തുകൾ ഔലാ ബിത്തഖ്ദീമി, മുന്തിക്കൽ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടതാകുന്നു, അനുയോജ്യമായതാകുന്നു. ഇത് കാരണം അശ്ശർത്തു, ഷർത്ത് മാ ഒന്നാണ്. യജിബു തഖ്ദീമുഹു അലസ്വലാ, നമസ്കാരത്തെക്കാൾ അത് മുന്തിക്കൽ നിർബന്ധമാണ്. മാത്രമല്ല വസ്തിംറാറുഹു ഫീഹ, നമസ്കാരത്തിൽ അത് സ്ഥിരപ്പെടലും നിർബന്ധമാണ്. നമസ്കരിച്ചു കൊണ്ടിരിക്കവേ വുളൂ മുറിഞ്ഞാൽ നിസ്കാരം അല്ലാതെയായി. അതുകൊണ്ട് ഷർത്തുകൾ നമസ്കാരത്തിന് മുമ്പേ ഉണ്ടാവേണ്ടതും നമസ്കാരത്തിലും ഉണ്ടാവേണ്ട ഒന്നാണ്. ഫർള് നമസ്കാരത്തിൽ മാത്രം, അല്ലെങ്കിൽ നമസ്കാരം അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഷർത്തുകളെ ആദ്യം പരാമർശിക്കുന്നത്. ശുറൂത്തു സ്വലാത്തി, നമസ്കാരത്തിന്റെ ഷർത്തുകളാകുന്നത് ഖംസത്തുൻ, അഞ്ചെണ്ണമാകുന്നു. ശുറൂത്തു സ്വലാത്തി, നമസ്കാരത്തിന്റെ ഷർത്തുകൾ. ഇത്ര നേരവും പറഞ്ഞത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ മൂലഗ്രന്ഥമായ ഖുർറത്തുൽ ഐൻ പറയുന്നു, ശുറൂത്തു സ്വലാത്തി ഖംസത്തുൻ, നമസ്കാരത്തിന്റെ ഷർത്തുകൾ അഞ്ചെണ്ണമാകുന്നു. അഹദുഹാ, അതിൽ ഒന്നാമത്തേത് ത്വഹാറത്തുൻ അൻ ഹദസിൻ വജനാബത്തിൻ, ചെറിയ അശുദ്ധിയെ തൊട്ടും വലിയ അശുദ്ധിയെ തൊട്ടും ശുദ്ധിയാകുന്നു. നിസ്കാരത്തിന്റെ ഷർത്ത് 5. അഹദുഹ, അഞ്ചെണ്ണത്തിൽ നിന്ന് ഒന്നാമത്തേത് ത്വഹാറത്തുൻ അൻ ഹദസിൻ, ചെറിയ അശുദ്ധിയെ തൊട്ടുള്ള ശുദ്ധീകരണമാകുന്നു. വജനാബത്തിൻ, വലിയ അശുദ്ധിയെ തൊട്ടുള്ള ശുദ്ധീകരണവുമാകുന്നു. ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം. ഇനി എങ്ങനെയാണ് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക? അതാണല്ലോ പഠിക്കേണ്ടത്. നമസ്കാരത്തിന്റെ ഷർത്ത് ശുദ്ധിയാണ്. ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. അപ്പൊ ശുദ്ധിയെക്കുറിച്ചാണ് ഇനി വിശദീകരണം. ഇനി ആരാണത് വിശദീകരിക്കുക? അത് വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ മുഈനാണ് വ്യക്തമാക്കുക. അപ്പൊ അത്വഹാറത്തു, എന്ത് ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ? ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്വഹാറത്തു ലുഗത്തൻ, ഭാഷയിൽ ശുദ്ധി എന്ന് പറയുന്നത്. ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി അറബി ഭാഷയിൽ തഹുറ എന്ന് പറഞ്ഞാൽ അതിന് നേരെയുള്ള അർത്ഥം അത്വഹാറത്തു ലുഗത്തൻ. ഭാഷയിൽ ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ അന്നലാഫത്തു എന്ന വൃത്തി.
വൃത്തി ഉണ്ടാവുക. ഒരുപക്ഷെ നമ്മുടെ മൂക്കിൽ നിന്ന് വരുന്ന മൂക്കട്ട നജസാണ്. കഫം ശുദ്ധിയുള്ളതാണ്, പക്ഷേ അത് വൃത്തിയുള്ള വസ്തുവല്ല, അല്ലെ? കഫം എന്ന് പറയുന്നത് ശുദ്ധിയുള്ള വസ്തുവാണ്, നജസല്ല. അതേസമയം അതിനെക്കുറിച്ച് നമ്മൾ എന്തു പറയൂല? വൃത്തിയുള്ളതാണെന്ന് പറയില്ല. നമ്മുടെ ശരീരത്തിൽ കഫമായി കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ശുദ്ധിക്കും കുഴപ്പമില്ല. കഫം നമ്മുടെ തുണിയിലോ അല്ലെങ്കിൽ കുപ്പായത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവങ്ങളിലോ വസ്ത്രങ്ങളിലോ അവയവങ്ങളിലോ ഉണ്ടെന്ന് കരുതി നജസായി എന്ന് നമ്മൾ പറയില്ല. എന്ന് പറഞ്ഞാൽ ശുദ്ധിയില്ല എന്ന് പറയില്ല. അതേസമയത്ത് വൃത്തിയില്ല എന്ന് നമ്മൾ പറയും. അപ്പൊ ഭാഷയിൽ ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ നലാഫത്ത് എന്നാണ് അർത്ഥം, വൃത്തി. അതുപോലെ വൽ ഖുനൂസു മിനദ്ദനസി, കച്ചറകളിൽ നിന്ന് രക്ഷപ്പെടുക. ധനസ് എന്ന് പറഞ്ഞാൽ വൃത്തികേട്, മ്ലേച്ഛമായത്, അശണ്ടകൾ എന്നൊക്കെ നമുക്ക് അർത്ഥം വെക്കാം. വൽ ഖുലൂസു മിനദ്ദനസി, അപ്പൊ ആ വൃത്തിയും അതുപോലെ മോശമായ ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥക്കാണ് ശരിക്കും എന്തു പറയുന്നത്? ഭാഷാപരമായി ത്വഹാറത്ത് എന്ന് പറയുന്നത്. ലേറ്റ് പോയില്ലേ? ഭാഷാപരമായി ത്വഹാറത്ത് എന്ന് പറയുന്നത് മനസ്സിലാക്കണേ. ഭാഷാപരമായുള്ള മാനയായിരിക്കില്ല അതിന്റെ ശരിയായ അർത്ഥം. നമുക്ക് ശുദ്ധി വേണം, ത്വഹാറത്താവണമെന്ന് പറഞ്ഞാൽ ആ അറബിയുടെ ഭാഷ തന്നെ ആയിക്കൊള്ളണം എന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോഗം. ഏതുപോലെ എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചോ, സ്വലാ ചെയ്തോ എന്ന് ചോദിച്ചാൽ അവിടെ പ്രാർത്ഥിച്ചോ എന്നല്ല അർത്ഥം. നമ്മൾ കരുതുന്നത് നിസ്കരിച്ചോ എന്നാണ്. സ്വലാത്ത് എന്ന പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. എന്നതുപോലെ ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അർത്ഥമെങ്കിൽ കൂടി അതല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മുടെ ശറഈ തന്നെ പറയണം. അപ്പൊ ത്വഹാറത്തു ലുഗത്തൻ, ഭാഷയിൽ ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ അന്നലാഫത്തു, വൃത്തിയാവലാണ്. വൽ ഖുലൂസു, രക്ഷപ്പെടലാണ്. ഖുലൂസ്, രക്ഷപ്പെടുക, അല്ലെ? ഖലാസ് എന്ന് നമ്മളൊക്കെ പറയലുണ്ട്. സാധാരണ നമ്മുടെ അറബി പോലുള്ള ഒരു പ്രയോഗമാണ് ഖലാസാകുക, രക്ഷപ്പെടുക, അല്ലെ? മിനദ്ദനസി, മ്ലേച്ഛമായതിൽ നിന്നും അശണ്ടകളിൽ നിന്നും രക്ഷപ്പെടുക. വശറഅൻ, ദീനീ വീക്ഷണത്തിൽ, ഫിഖഹിന്റെ ഫുഖഹി പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ ത്വഹാറത്ത് എന്നത് പറഞ്ഞാൽ റഫ്ഉൽ മൻഇ അൽ മുതറത്തിബി അലൽ ഹദസി അവിൻ നജസി. റഫ്ഉൽ മൻഇ, തടസ്സം നീക്കലാണ്, തടസ്സം ഉയർത്തലാണ്. എങ്ങനെയുള്ള തടസ്സം? അൽ മുതറത്തിബി അലൽ ഹദസി അവിൻ നജസി. അവിൽ മുതറത്തിബി അലൽ ഹദസി അവിൻ നജസി, അശുദ്ധിയുടെ മേലോ നജസിന്മേലോ അനുബന്ധമായി വരുന്ന തടസ്സം ഉയർത്തുന്നതിനാണ് ത്വഹാറത്ത് എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ അശുദ്ധി ഉണ്ടായാൽ നിസ്കരിക്കാൻ പാടില്ല, നജസുണ്ടായാൽ ഇന്നത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ തുടങ്ങി അത് അശുദ്ധി കാരണവും നജസ് കാരണവുമായി കടന്നു വരുന്ന തടസ്സങ്ങളെ നീക്കുന്നതിനാണ് ത്വഹൂറാവുക, ത്വാഹിറാവുക, ശുദ്ധിയുള്ളവനാവുക എന്ന് പറയുക. അപ്പോൾ നമ്മൾ നീ ത്വഹാറത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നീ നജസും ഹദസും ഇല്ലാത്ത, നജസിൽ നിന്നും ഹദസിൽ നിന്നും മുക്തനായവനാണോ എന്നാണ് ചോദ്യം. റഫ്ഉൽ മൻഇ, തടസ്സം ഉയർത്തലാണ്. എങ്ങനെയുള്ള തടസ്സമാണൽ മുതറത്തിബി, ബന്ധിച്ചു കിടക്കുന്ന അനുബന്ധമായ, അലൽ ഹദസി അവിൻ നജസി, നജസിന്മേലോ അശുദ്ധിയുടെ മേലോ അനുബന്ധമായി കിടക്കുന്ന തടസ്സം നീക്കുന്നതിനാണ് ശറഈപരമായി ഫിഖ്ഹി വീക്ഷണത്തിൽ, ഫുഖഹാഇന്റെ വീക്ഷണത്തിൽ ത്വഹാറത്ത് എന്ന് പറയുന്നത്. മനസ്സിലായി കാണും അടുത്ത ഭാഗം. അപ്പൊ രണ്ട് അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണത്തെയാണ് നമ്മൾ പറഞ്ഞത്. രണ്ട് അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണം മാത്രമല്ല, നജസിൽ നിന്നുള്ള ശുദ്ധീകരണവും കൂടി ത്വഹാറത്ത് എന്ന പദത്തിൽ പെടുകയും ചെയ്യും. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം, നജസിൽ നിന്നും ശുദ്ധിയാവണം, വലുതും ചെറുതുമായ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണം. ഫൽ ഊല, അങ്ങനല്ലേ? അതെ, ഫൽ ഊല. അപ്പോൾ ഒന്നാമത്തേത്, ആദ്യം പറഞ്ഞത് അശുദ്ധിയെ തൊട്ടും ജനാബത്തിനെ തൊട്ടും ശുദ്ധിയാവുക എന്നതാ. അവിടെ അശുദ്ധി എന്ന ഹദസിന് നമ്മൾ ചെറുതി എന്നർത്ഥം. എന്ന് പറയും. പണ്ഡിതന്മാർ തർക്കിക്കല്ല, ഒരു ശൈലിയാണ്.
വിഷയം എന്താണ്? നമ്മുടെ ഗ്രന്ഥങ്ങളും മറ്റു ഗ്രന്ഥങ്ങളും നന്നായി. ഞാൻ DC യാ സുഹൃത്തുക്കളെ? ഞാൻ DC ആണോ? നോ. സജീർ വെളിഞ്ഞം DC എന്ന് കൊടുത്ത് മുപ്പര്. ഓക്കെ ഓക്കെ. അപ്പോ അൽ വുളൂ, വുളൂ എന്ന് പറഞ്ഞാൽ എന്താ? വുളൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. നോക്കാം. വുളൂ എന്ന് പറഞ്ഞാൽ ഇസ്തിഅമാലുൽ മാഇ, വെള്ളം ഉപയോഗിക്കലാണ്, ഫി അഅ്ളാഇ മഖ്സൂസ, ചില പ്രത്യേകമായ അവയവങ്ങളിൽ. ഏതെങ്കിലും അവയവങ്ങളിൽ ഒഴിച്ചാൽ പോരാ, പറയപ്പെടുന്ന അവയവങ്ങളിൽ തന്നെ വെള്ളം ഉപയോഗിക്കണം. ഇസ്തിഅമാലുൽ മാഇ, വെള്ളം ഉപയോഗിക്കലാണ്, ഫി അഅ്ളാഇൻ മഖ്സൂസത്തിൻ, പ്രത്യേകമായ അവയവങ്ങളിൽ. അതും എങ്ങനെയെങ്കിലും പറയപ്പെട്ട അവയവം വെള്ളം ഒഴിച്ചാൽ മാത്രം പോരാ, മുഫ്തത്തിഹം ബിനിയത്തിൻ, നിയ്യത്ത് കൊണ്ട് തുടങ്ങിയ നിലയിൽ. അപ്പൊ നിയ്യത്ത് കൊണ്ട് തുടങ്ങി പ്രത്യേകമായ അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിന്റെ പേരാണ് വുളൂ. നമുക്കറിയാം വുളൂ, നമുക്കൊക്കെ അറിയാം. നമുക്കതിന്റെ നിർവചനം കിട്ടാതെ തന്നെ വിഷയം നമുക്കറിയാം. പക്ഷെ വിഷയം പറയുമ്പോൾ അതിന്റെ നിർവചനവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇസ്തിഅമാലുൽ മാഇ, വെള്ളം ഉപയോഗിക്കലാണ്, ഫി അഅ്ളാഇ മഖ്സൂസ, പ്രത്യേകമായ അവയവങ്ങളിൽ, മുഫ്തത്തിഹം ബിനിയ്യ, നിയ്യത്ത് കൊണ്ട് ആരംഭിച്ച നിലയിൽ. അപ്പൊ വുളൂ എന്ന് പറയുമ്പോൾ ഇതാണ് അർത്ഥം. വബി ഫത്ഹിഹ, വാവിന് ഫതഹ് കൊണ്ട് എന്ന് പറഞ്ഞാൽ വളൂ. വളൂ എന്ന് പറഞ്ഞാൽ എന്താ? വബി ഫത്ഹിഹ, വാവിന് ഫതഹ് കൊണ്ടുള്ള വളൂ എന്ന് പറയുന്നത് മാ, ഒന്നാകുന്നു. യുതവല്ലഉ ബിഹി, അല്ലെങ്കിൽ അതുകൊണ്ട് വുളൂ ചെയ്യപ്പെടും. മാ ഒന്നാണ്. യുതവല്ലഉ ബിഹി, അതുകൊണ്ട് എന്ത് ചെയ്യും? വുളൂ നിർവഹിക്കപ്പെടും. വുളൂ നിർവഹിക്കപ്പെടാൻ ഉപയോഗിക്കുന്ന ഒന്നിനാണ് എന്തു പറയുന്നത്? വെള്ളം. മാ എന്നുള്ളത് മാഉൻ അല്ലെ? മാ എന്നാവേണ്ട, മാഉൻ എന്നായിക്കോട്ടെ. വബി ഫത്ഹിഹ മാഉൻ യുതവല്ലഉ ബിഹി എന്ന് വായിച്ചോ. അവിടെ മാന ഉള്ളത്, മാഉൻ എന്നായിക്കോട്ടെ. മാഉൻ യുതവല്ലഉ ബിഹി. മാഉൻ ഒരു വെള്ളമാണ്. എങ്ങനെയുള്ള വെള്ളം? യുതവല്ലഉ ബിഹി, ആ വെള്ളം കൊണ്ട് വുളൂ എടുക്കപ്പെടും. എന്നാൽ വുളൂ എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ പേരാണ് വളൂ. മനസ്സിലാക്കണേ. വുളൂ എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തി, അവയവങ്ങളിലൊക്കെ വെള്ളം ഉപയോഗിക്കുന്ന ഏർപ്പാടിനാണ് വുളൂ എന്ന് പറയുന്നത്. അതേസമയം വളൂ, വാവിന് ഫതഹ് കൊടുത്തിട്ട് വളൂ എന്നാണ് പറയുന്നതെങ്കിൽ വുളൂ എടുക്കപ്പെടുന്ന വെള്ളത്തിനാണ് എന്തു പറയുന്നത്? വളൂ എന്ന് പറയുന്നത്. മനസ്സിലാക്കണം. എവിടെയെങ്കിലും നമുക്ക് ആവശ്യം വരും. വുളൂ എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയാണ്, വളൂ എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഇനി എപ്പോഴാണ് വുളൂ നിർബന്ധമായത്? നമസ്കാരം തുടങ്ങി അന്ന് മുതൽ വുളൂവും ഉണ്ടായിരുന്നോ? വകാന ഇബ്തിദാഉ വുജൂബിഹി, ശ്രദ്ധിക്കണേ. നമസ്കാരം തുടങ്ങിയത് മുതൽ തന്നെ വുളൂവും ഉണ്ടായിരുന്നോ? ഇല്ലേ? നോക്കാം. വകാന ഇബ്തിദാഉ വുജൂബിഹി, ഈ വുളൂ നിർബന്ധമായതിന്റെ തുടക്കമായിരുന്നു, തുടക്കമാണ്. വകാന ഇബ്തിദാഉ വുജൂബിഹി, വുളൂ നിർബന്ധമാവലിന്റെ തുടക്കമായിരുന്നു. മഅ ഇബ്തിദാഇ വുജൂബിൽ മക്തൂബ, ഫർള് നിസ്കാരം നിർബന്ധമായതിന്റെ തുടക്കത്തോടൊപ്പം ലൈലത്തുൽ ഇസ്റാഇ, ഇസ്റാഇന്റെ രാത്രിയിൽ റജബ് 27 തന്നെയായിരുന്നു എന്ന് പറഞ്ഞ വുളൂ ഇല്ലാത്തൊരു നമസ്കാരം ഇസ്ലാമിൽ കടന്നുപോയിട്ടില്ല. കള്ളുകുടിച്ച് നിസ്കാരം ഇസ്ലാമിൽ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ വുളൂ ഇല്ലാത്ത നമസ്കാരം എന്നതൊന്നുണ്ടായിട്ടില്ല. നിസ്കാരം തുടങ്ങിയപ്പോൾ തന്നെ വുളൂഉം ഉണ്ടായിരുന്നു എന്നർത്ഥം. വകാന ഇബ്തിദാഉ വുജൂബിഹി, വുളൂഇന്റെ നിർബന്ധത്തിന്റെ തുടക്കമായിരുന്നു. മഅ ഇബ്തിദാഇ വുജൂബിൽ മക്തൂബ, ഫർള് നിസ്കാരം നിർബന്ധമാകുന്നതിന്റെ തുടക്കത്തോടൊപ്പം ലൈലത്തുൽ ഇസ്റാഇ, ഇസ്റാഇന്റെ രാത്രിയിൽ ആയിരുന്നു. അപ്പോൾ ഇനി മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പൊ ആമുഖമായി തുടങ്ങിയത് നിസ്കാരത്തിന്റെ ഷർത്തുകൾ 5 എണ്ണമാണ്. മറന്നുപോകരുത്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ 5 എണ്ണമാണ്. എന്താണ് ഒന്നാമത്തെ ഷർത്ത്? ചെറുതും വലുതുമായ ശുദ്ധിയെത്തൊട്ട് ശുദ്ധീകരണമാണ്. അപ്പോൾ ചോദ്യം, എന്താണ് ചെറിയ ശുദ്ധിയെത്തൊട്ടുള്ള ശുദ്ധീകരണം? അത് വുളൂ ആണ്. എന്നാൽ എന്താ വുളൂ എന്ന് പറഞ്ഞാൽ? അപ്പം പിന്നെ ചോദ്യം, വുളൂഇനിക്ക് എന്തൊക്കെയാ ഷർത്ത്? വുളൂഇന്റെ ഷർത്തുകൾ പാലിച്ചാലല്ലേ വുളൂ ഉണ്ടാവൂ. വുളൂ ഉണ്ടായാലല്ലേ നിസ്കാരം ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം, വശുറൂതുഹു, വുളൂഇന്റെ ഷർത്തുകൾ. നമസ്കാരത്തിന്റെ 5 ഫർള് പറഞ്ഞിട്ടില്ല. 5 ഷർത്തിൽ ഒന്നിലേക്ക് കയറി ആ ഒന്നിൽ നിന്നും
തിരിഞ്ഞു പോവാൻ. വശുറൂത്തുഹു ഐ അൽ വുളൂഇ, കുളിക്കും ഒരേ ഷർത്താണ്. ഇനി കുളിയുടെ ഷർത്ത് വേറെ അന്വേഷിക്കേണ്ടതില്ല. വശുറൂത്തുഹു ഐ അൽ വുളൂഇ, വുളൂഇന്റെ ഷർത്തുകൾ കശുറൂത്തിൽ ഗുസ്ലി, കുളിയുടെ ഷർത്ത് പോലെ തന്നെ ഖംസത്തുൻ, 5 എണ്ണമാകുന്നു. പലപ്പോഴും കുളിന്റെ ഷർത്ത് ചോദിച്ചാൽ ആളുകൾക്ക് കിട്ടാറില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ വുളൂഇന്റെ ഷർത്തേ നമ്മൾ പഠിക്കുള്ളൂ. കുളിന്റെ ഫർളും ചിലപ്പം കിട്ടും, പക്ഷെ കുളിന്റെ ഷർത്ത് അങ്ങനെ ഔദ്യോഗികമായി പഠിക്കലില്ല. അത് ഇവിടെ തന്നെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. വശുറൂത്തുഹു കശുറൂത്തിൽ ഗുസ്ലി, കുളിന്റെ ബാബ് നോക്കിയിട്ട് കുളിന്റെ ഷർത്ത് നോക്കിയാൽ കിട്ടൂല. കാരണം എന്തുകൊണ്ട്? അത് ഇവിടെ വെച്ച് പറഞ്ഞുപോയി. വശുറൂത്തുഹു, കുളിയുടെ ഷർത്ത്, വുളൂഇന്റെ ഷർത്തുകളാകുന്നത് കശുറൂത്തിൽ ഗുസ്ലി, കുളിയുടെ ഷർത്തുകൾ പോലെ തന്നെ ഖംസത്തുൻ, 5 എണ്ണമാകുന്നു. അപ്പം അതും ഇതും 5 ഷർത്ത്. വുളൂഇന്റെ ഷർത്തും 5, കുളിയുടെ ഷർത്തും 5. അഹദുഹാ, കുളിയുടെ ഷർത്തിൽ വുളൂഇന്റെ ഷർത്തുകളിൽ നിന്ന് ഒന്നാമത്തേത് മാഉൻ മുത്ലഖുൻ, മാഉൻ മുത്ലഖുൻ, നിരുപാധികമായ വെള്ളം, മുത്ലഖായ വെള്ളം, വെള്ളം എന്ന് പറയുന്ന വെള്ളം. മാഉൻ മുത്ലഖുൻ, നിരുപാധികമായ വെള്ളം എന്ന് പറഞ്ഞാൽ മറ്റു പലതിന്റെയും കൂടെയല്ല വെള്ളം എന്ന് പറയുക. പനിനീർ വെള്ളം, മുന്തിരി വെള്ളം, അങ്ങനെയൊന്നുമല്ല പേര്. ഇതിന് വെള്ളം തന്നെയാണ് പറയുക. അങ്ങനെയുള്ള വെള്ളമാണ് ഒന്നാമത്തേത്. അപ്പൊ വുളൂ സ്വഹീഹാവണമെങ്കിൽ വുളൂഇന്റെ ഒന്നാമത്തെ നിബന്ധന മുത്ലഖായ വെള്ളമാകണം. മുത്ലഖായ വെള്ളം കൊണ്ടേ വുളൂഉം അതുപോലുള്ള മറ്റുള്ള ശുദ്ധീകരണവും സാധ്യമാവുകയുള്ളൂ. ഒന്നാമത്തേത് മാഉൻ മുത്ലഖുൻ, മുത്ലഖായ വെള്ളമാകുന്നു എന്ന് വെക്കുമ്പോൾ ഫലാ യർഫഉൽ ഹദസ, ഫലാ യർഫഉൽ ഹദസ, അശുദ്ധിയെ ഉയർത്തുകയില്ല. അബ്ദുല്ലാ 970 സ്ഥലത്തില്ലേ? നിസ്കാരത്തിന് പോയോ? ഫലാ യർഫഉൽ ഹദസ, നൂറുൽ ഇസ്ലാമിന്റെ കയ്യിൽ ഇല്ലേ? ഫലാ യർഫഉൽ ഹദസ, അശുദ്ധിയെ ഉയർത്തുകയില്ല. വലാ യുസീലുൻ നജാസ, നജസിനെ നീക്കുകയുമില്ല. ഫലാ യർഫഉൽ ഹദസ, അശുദ്ധിയെ ഉയർത്തുകയില്ല. വലാ യുസീലുൻ നജസ എന്ന് നമ്മൾ ഈ പറഞ്ഞതിന് തന്നെ വിശദീകരിക്കാണ് കേട്ടോ സുഹൃത്തുക്കളെ. വുളൂഇന്റെ ഷർത്തുകളിൽ ഒന്നാമത്തേത് മുത്ലഖായ വെള്ളമാണ് എന്ന് പറയുമ്പോൾ ഫായിന് നമ്മൾ അറബിയിൽ തഫ്രീഖിന്റെ ഫാ എന്ന് പറയും. ആ പറഞ്ഞതിൽ തന്നെ പിരിഞ്ഞുണ്ടാകുന്ന ഒന്ന്. ഫലാ യർഫഉൽ ഹദസ എന്ന് വെക്കുമ്പോൾ അശുദ്ധിയെ ഉയർത്തുകയില്ല. വലാ യുസീലുൻ നജസ, നജസിനെ നീക്കുകയുമില്ല. വലാ യുഹസ്സിലു സായിറത്ത് ത്വഹാറത്തി, മറ്റു ശുദ്ധീകരണങ്ങളെയും ലഭ്യമാക്കുകയില്ല. വലൗ മസ്നൂനത്തൻ, അത് സുന്നത്താണെങ്കിലും ലഭ്യമാക്കുകയില്ല. ഇല്ലൽ മാഉൽ മുത്ലഖു, മുത്ലഖായ വെള്ളമല്ലാതെ. അശുദ്ധിയെ ഉയർത്തണമെങ്കിലും നജസിനെ നീക്കണമെങ്കിലും മറ്റു ശുദ്ധീകരണം ലഭ്യമാവണമെങ്കിലും അത് സുന്നത്താണെങ്കിൽ പോലും മുത്ലഖായ വെള്ളം ലഭിക്കണം. മലമൂത്ര വിസർജനം ചെയ്താലും മുത്ലഖായ വെള്ളം വേണം. കുളിക്കണമെങ്കിലും വുളൂ ചെയ്യണമെങ്കിൽ കിട്ടണമെങ്കിൽ അതിനും മുത്ലഖായ വെള്ളം വേണം. ഫലാ യർഫഉൽ ഹദസ, അശുദ്ധിയെ ഉയർത്തുകയില്ല. വലാ യുസീലുൻ നജസ, നജസിനെ നീക്കുകയും ഇല്ല. വലാ യുഹസ്സിലു സായിറത്ത് ത്വഹാറത്തി, ഇതര ശുദ്ധീകരണങ്ങളെ ലഭ്യമാക്കുകയില്ല. വലൗ മസ്നൂനത്തൻ, അത് സുന്നത്താണെങ്കിലും ലഭ്യമാക്കുകയില്ല. ഇല്ലൽ മാഉൽ മുത്ലഖു, മുത്ലഖായ വെള്ളമല്ലാതെ. അപ്പോൾ മുത്ലഖായ വെള്ളം കൊണ്ട് മാത്രമേ ഇവകൾ നടക്കുകയുള്ളൂ. വഹുവ, എന്താ ഈ മുത്ലഖായ വെള്ളം എന്ന് പറഞ്ഞാൽ? ഒന്നാകുന്നു.
യഖഉ അലൈഹി ആ വെള്ളത്തിന്മേൽ ആ ഒന്നിന്മേൽ സംഭവിക്കും ഇസ്മുൽ മായി വെള്ളം എന്ന പേര് ബിലാ ഖൈദിൻ ഉപാധിയില്ലാതെ വെള്ളം എന്ന് പറയാൻ പറ്റും. അല്ല നേരത്തെ പറഞ്ഞതുപോലെ പനിനീർ വെള്ളമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെള്ളം ഇളനീർ വെള്ളമെന്നോ അങ്ങനെയൊന്നും പറയേണ്ടി വരില്ല. വെള്ളം എന്ന് പറഞ്ഞ വെള്ളത്തിനാണ് മുത്ലഖായ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ മുത്തലക്കായ വെള്ളം ചിലപ്പോ നമ്മൾ വെള്ളം ചൂടാക്കുമ്പോ അടച്ചിട്ട മൂടിയുടെ മേൽ മൂടുപാത്രത്തിന്മേൽ വെള്ളം നീരാവിയായി നിൽക്കുകയും നീരാവിയിൽ തണിഞ്ഞ് അത് വെള്ളമായി രൂപാന്തരപ്പെട്ടാലും അതും വെള്ളം തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വേറൊന്നും പറയില്ല. വഇൻ റുശിഹ അത് വിയർക്കപ്പെട്ടതാണെങ്കിലും ശരി, വഇൻ റുശിഹ അത് വിയർക്കപ്പെട്ടതാണെങ്കിലും ശരി, മിൻ ബുഖാരിൽ മാഇ തഹൂരിൽ മുഗ്ല തിളപ്പിക്കപ്പെട്ട തഹൂറായ വെള്ളത്തിന്റെ നീരാവിയിൽ നിന്ന് അല്ലെങ്കിൽ ആവിയിൽ നിന്ന് വിയർക്കപ്പെട്ടതാണെങ്കിലും ശരി, വെള്ളം എന്ന പേര് സംഭവിക്കുമോ, ഉപാധികൾ കൂടാതെ വെള്ളം എന്ന പേര് കിട്ടുമോ എങ്കിൽ അതിനെക്കുറിച്ച് മുത്തലഖായ വെള്ളം എന്ന് പറഞ്ഞാൽ മാ ഒരു വെള്ളാണ്, ഇസ്മുൽ മായി വെള്ളമെന്ന പേര്, ബിലാ ഖൈദിൻ ഉപാധികളില്ലാതെ, ഇൻ റുശിഹ അത് വിയർക്കപ്പെട്ടതാണെങ്കിലും ഉതിർന്നു വീഴതാണെങ്കിലും, മിൻ ബുഖാരിൽ മാഇ തഹൂരിൽ മുഗ്ല തിളപ്പിക്കപ്പെട്ട തഹൂറായ വെള്ളത്തിന്റെ ആവിയിൽ നിന്ന് വിയർക്കപ്പെട്ടതാണെങ്കിലും, അവിസ്തഹ്ലക അല്ലെങ്കിൽ അവിസ്തഹ്ലക ഫീഹിൽ ഖലീതു ഒരു ശുദ്ധിയുള്ള ലയിച്ചു ചേരുന്ന വസ്തു അതിൽ ലയിച്ചു ചേർന്നാലും ശരി എന്ന് പറഞ്ഞാൽ കുറച്ചു പഞ്ചസാര നമ്മൾ അല്പം ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിരുന്നു. അങ്ങനെ പഞ്ചസാര ഇട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വെള്ളത്തിന് യാതൊരു മധുരവും ഒന്നുമില്ല. പിന്നെ ആ വെള്ളത്തിന് വീണ്ടും നമ്മൾ എന്ത് തന്നെ പറയും, വെള്ളം എന്ന് തന്നെ പറയും. എങ്കിലും കുഴപ്പമില്ല. അവിസ്തഹ്ലക ഫീഹി ആ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുണ്ടെങ്കിലും ശരി, അൽ ഖലീതു കൂടിച്ചേരുന്ന വസ്തു, ലയിച്ചു ചേരുന്ന വസ്തു അതിൽ ഉടഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിലും ശരി, ആ വെള്ളത്തിനിപ്പോൾ വെള്ളമെന്ന് പേര് പറയുമോ, വെള്ളമെന്നു മാത്രം നിരുപാധികം പറയുമോ എങ്കിൽ ആ വെള്ളത്തെക്കുറിച്ച് മുത്തലഖായ വെള്ളം എന്ന് തന്നെയാണ് പറയുക. അതേപോലെ ഔ ഖുയ്യിദ ബിമുവാഫഖത്തിൽ വാഖിഇ സംഭവിച്ച സ്ഥലത്തോട് യോജിച്ചതുകൊണ്ട് ഉപാധി കൊടുക്കപ്പെട്ടാലും ശരി, വെള്ളം നിൽക്കുന്ന സ്ഥലത്തെ അപേക്ഷിച്ച് നമ്മൾ ചിലപ്പം പറഞ്ഞേക്കും ബക്കറ്റിലെ വെള്ളം, കിണറ്റിലെ വെള്ളം, അല്ലെങ്കിൽ തോട്ടിലെ വെള്ളം, പുഴയിലെ വെള്ളം എന്നു പറഞ്ഞാലും കുഴപ്പമില്ല. അവിടെ നിൽക്കുന്ന സ്ഥലത്തെ അപേക്ഷിച്ചുള്ള വെള്ളത്തിന്റെ പേര് മാറിയതാ. അല്ലെങ്കിൽ ഉപാധി നൽകപ്പെട്ടാലും ശരി, ബിമുവാഫഖത്തിൽ വാഖിഇ സംഭവിച്ചതിനോട് യോജിക്കൽ കൊണ്ട് ഉപാധി നൽകപ്പെട്ടാലും ശരി. ഏതുപോലെ കമാഇൽ ബഹരി കടൽ വെള്ളം പോലെ, കടൽ വെള്ളം, ബക്കറ്റിലെ വെള്ളം, കിണ്ടിയിലെ വെള്ളം, തോട്ടിലെ വെള്ളം, തടാകത്തിലെ വെള്ളം, ഇതൊക്കെ പറയുന്നത് വെള്ളം എന്ന് തന്നെ. പക്ഷേ അവിടെ സംഭവിച്ച സ്ഥലത്ത് ഉപാധി നൽകപ്പെട്ടതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അതും വെള്ളം എന്ന നിരുപാധികം തന്നെയാണ്. ബിഖിലാഫി മാ ലാ യുദ്കറു പറയപ്പെടാത്ത ഒരു വെള്ളത്തിനെതിരായിട്ട് ആ വെള്ളം പറ്റൂല. ബിഖിലാഫി മാ ലാ യുദ്കറു യുദ്കറു അതിനെ പറയപ്പെടൂല. ഇല്ലാ മുഖയ്യദൻ ഉപാധിയോടുകൂടിയല്ലാതെ നൽകപ്പെട്ട നിലക്കല്ലാതെ പറയൂല. അങ്ങനത്തെ വെള്ളം എന്തിന് പറ്റൂല? ശുദ്ധീകരണത്തിന് പറ്റൂല. കാരണം അത് മുത്തലഖല്ല. കമാഇൽ വർദി പനിനീർ വെള്ളം പോലെ. പനിനീർ വെള്ളം ശക്തിയുള്ളൂ കഴിക്കാനോ പറ്റില്ല. മറിച്ച് നിരുപാധികം വെള്ളം എന്ന് പറയാവുന്ന വെള്ളമേ ശുദ്ധീകരണവും നജസ്സിനെ നീക്കാനും ഒക്കെ പറ്റുകയുള്ളൂ.
ഒരു വെള്ളത്തിനെതിരെ കൊണ്ടായ നിലയിൽ ലാ യുദ്കറു ആ വെള്ളത്തെ പറയപ്പെടുകയില്ല ഇല്ലാ മുഖയ്യദൻ ഉപാധി നൽകപ്പെട്ട നിലയിലല്ലാതെ കമാഇൽ വർദി പനിനീർ വെള്ളം പോലെ. അപ്പോൾ ഉപയോഗിക്കുന്ന വെള്ളം മുത്ലഖായിരിക്കണം. വുളു ആവണമെങ്കിൽ, കുളിയാകണമെങ്കിൽ മുത്ലഖായ വെള്ളമാകുന്ന വെള്ളം. കുറിച്ചും നമ്മൾ സാധാ വെള്ളത്തിൽ തന്നെ നമ്മളതിനെ അല്ലെങ്കിൽ തൽക്കാലം കേൾക്കുന്നില്ലേ? കട്ട് നന്നായിട്ടുണ്ടോ സുഹൃത്തുക്കളെ? കട്ട് നന്നായിട്ടുണ്ടോ? ഇപ്പോൾ ഓക്കെ. ഇക്കാമ കാണാനില്ല വന്നിട്ടുണ്ട്. ഹുറൈറ നിങ്ങൾക്ക് മാത്രമാണ് കട്ടൊന്ന് നോക്കി കട്ടായി. ഓക്കെ, അതെ. അപ്പോ ഏതായാലും അവ മുത്തലക്കായ വെള്ളമായിരിക്കണം. മുത്തലക്കായ വെള്ളം തന്നെ, വെള്ളം എന്നത് തന്നെ നമ്മൾ നിരുപാധി പറയും. ഷന്റെ ഭാഷയിൽ മുത്തലക്ക് എന്ന് പറയപ്പെടാത്ത ചില വെള്ളമുണ്ടായേക്കാം. മുത്തലക്കല്ല, മുത്തലക്കായ വെള്ളമാകണം. നമ്മുടെ ഭാഷയിൽ നമ്മൾ ഒരിക്കൽ വുളുവെടുത്ത വെള്ളവും മുത്തലക്ക് തന്നെയാണ്. കാരണം അതിനും വെള്ളം തന്നെയാ പറയാം, അല്ലെ? ഷറൈന്റെ ഭാഷയിൽ അതിന് മുത്തലക്ക് എന്ന് പറയില്ല. കാരണം അതെന്ത് ചെയ്തു? ഒരിക്കൽ വുളുവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. മുത്തലക്കായ വെള്ളമാകണം. ഉപയോഗിക്കപ്പെടാത്ത മുത്തലക്കായ വെള്ളമാകണം. എവിടെ ഉപയോഗിക്കപ്പെടാത്തത്? ഫീ ഫർളി ത്വഹാറത്തിൻ, ശുദ്ധീകരണത്തിന്റെ ഫർളിൽ ഉപയോഗിക്കപ്പെടാത്ത, ശുദ്ധീകരണത്തിന്റെ ഫർളിൽ ഉപയോഗിക്കപ്പെടാത്ത വെള്ളം. ശുദ്ധീകരണം തന്നെ സുന്നത്തായ രൂപത്തിലും ഫർളായ രൂപത്തിലും ഉണ്ടാവും. അപ്പൊ ശുദ്ധീകരണത്തിന്റെ ഫർളിൽ ഉപയോഗിക്കപ്പെടാത്ത വെള്ളം എന്ന് പറഞ്ഞാൽ, ശുദ്ധീകരണത്തിന്റെ ഫർള് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂന്ന് പ്രാവശ്യം മുഖം കഴുകലാണ് നിർബന്ധം സുന്നത്തെങ്കിൽ അതിൽ ഒരു പ്രാവശ്യമാണല്ലോ നിർബന്ധമാകുന്നത്. മറ്റു 2 തവണയും സുന്നത്താണ്. അപ്പോൾ സുന്നത്തിൽ ഉപയോഗിക്കുന്നത് ഫർളിൽ ഉപയോഗിച്ച വെള്ളത്തെ കുറിച്ചാണ്. അശുദ്ധിയെ ഉയർത്തലിനാൽ. ശുദ്ധീകരണം ഏതൊക്കെയാവാം? മിൻ റഫ്ഇ ഹദസിൻ, അശുദ്ധിയെ ഉയർത്തലിനാൽ. അസ്ഗറ ഔ അക്ബറ, ചെറുതോ വലുതോ ആയ അശുദ്ധി. ഏതശുദ്ധി ഉയർത്തിയാലും അതിൽ ഉപയോഗിച്ച വെള്ളം ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ്. വലൗ മിൻ തുഹരി ഹനഫിയിൻ, കൂട്ടത്തിൽ പറയാണ്, ഒരു ഹനഫിയന്റെ ശുദ്ധീകരണത്തിനാലാണെങ്കിലും ശരി, ഒരു ഹനഫി മദ്ഹബിനെ പിന്തുടരുന്ന ഒരാളുടെ വുളൂഇനാണെങ്കിലും ശരി. എങ്ങനെയുള്ള ഹനഫി വുളൂ ചെയ്യുന്ന ആളാണ്? ലം യൻവി, അവൻ കരുതിയിട്ടില്ല. അതായത് ഹനഫി മദ്ഹബിൽ നിയ്യത്ത് നിർബന്ധമില്ല. അതേ സമയത്ത് അപ്പൊ ഷാഫി മദ്ഹബുകാരന്റെ വീക്ഷണപ്രകാരം ഒരു ഹനഫിയായ ഒരാൾ നിയ്യത്ത് വെക്കാതെ വുളൂ ചെയ്താൽ അവന്റെ വുളൂ സ്വഹീഹല്ല. എന്നാൽ ആ വുളൂവിന് ഉപയോഗിച്ച വെള്ളം നമുക്ക് വുളൂ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്തുകൊണ്ട്? സംബന്ധിച്ചിടത്തോളം അതൊരു ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ടതാണ്. അത് മതി. കാരണം ഫർളിന് ഇവിടെയുള്ള മാന നിർബന്ധമായത് എന്നതിലുപരി അത്യന്താപേക്ഷിതമായത്, അത് ഒഴിച്ചുകൂടാൻ പറ്റൂല എന്നാണ് മാന. അനിവാര്യമായ വസ്തുക്കളിൽ ഉപയോഗിച്ചത്. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് കിതാബിയായ പെണ്ണിനെ വിഷയം പറഞ്ഞാൽ, അതായത് നമ്മൾ കിതാബിയത്തായ ക്രിസ്ത്യാനിയോ ജൂതയോ ആയ പെണ്ണിനെ വിവാഹം ചെയ്യാം ഇസ്ലാമിൽ ചില നിബന്ധനകളോടെ. ഇന്ന് ആ നിബന്ധനകൾ പലതും പാലിക്കപ്പെടുന്നില്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോ അങ്ങനെ നിബന്ധനകളോടെ വിവാഹം ചെയ്താൽ അവളുടെ കുളിയും അതുപോലെ വുളു ഒന്നും ശരിയാവില്ല. അപ്പോൾ ഹൈള് മുറിഞ്ഞാൽ ആ പെണ്ണെങ്ങനെ കുളിക്കണം? അവൾ കുളിക്കേണ്ടത് മുസ്ലിമായ ഭർത്താവിനെ ഹലാലാക്കാൻ വേണ്ടി കുളിക്കുന്നു എന്ന് കരുതിയിട്ടാവണം. അതേസമയം അവളുടെ അശുദ്ധി വരുന്നുണ്ടോ? ഇല്ല. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവന് പെണ്ണ് അനുവദനീയമാകും. ബന്ധത്തിൽ ഏർപ്പെടാവുന്നതുമാണ്. എങ്കിൽ ആ കുളിയിൽ ഉപയോഗിച്ച വെള്ളം പോലും എന്താണ്?
ഈ ഫർളായ കുളിയിൽ ഉപയോഗിച്ചതാണ് എന്നാണ് കണക്കാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ ഹനഫിയത്തിൽ അവൻ എന്തായി, അതാണ് പ്രത്യേകം പറഞ്ഞത്, ശ്രദ്ധിക്കണം. വലൗമിൻ തുഹരി ഹനഫിയിൻ, ഒരു ഹനഫി മദ്ഹബുകാരന്റെ ശുദ്ധീകരണത്തിനാലാണെങ്കിലും ശരി. എങ്ങനെയുള്ള ഹനഫിയാണ്? ലം യൻവി, അവൻ നിയ്യത്ത് വെച്ചിട്ടില്ല. ഔ സബിയിൻ, അല്ലെങ്കിൽ കുട്ടിയുടെ ശുദ്ധീകരണത്തിനാലാണെങ്കിലും. എങ്ങനെയുള്ള കുട്ടി? ലം യുമയ്യിസ്, അവൻ തമ്മീസ് എത്തിയിട്ടില്ല. തമ്മീസ് എത്താത്ത കുട്ടി വുളു എടുത്തിട്ട് കാര്യമുണ്ടോ? തമ്മീസ് എത്താത്ത കുട്ടി വുളു എടുത്തിട്ട് കാര്യമില്ലല്ലോ. മുമയ്യിസിന്റേതാണ് കർമ്മങ്ങളൊക്കെയും സ്വീകരിക്കുക. അപ്പൊ തമ്മീസെത്താത്ത കുട്ടി വുളു എടുക്കണം എപ്പോൾ? എന്നാലോ തമ്മീസെത്താത്ത കുട്ടിയും വുളു എടുത്തൂലി ത്വവാഫിൻ, എന്തിനു വേണ്ടി? ത്വവാഫ് ചെയ്യാൻ വേണ്ടി. ഒരു വയസ്സുള്ള കുഞ്ഞിനും ത്വവാഫ് ചെയ്യിപ്പിക്കാമല്ലോ. അപ്പൊ ആ ആവശ്യാർത്ഥം വുളു എടുത്തു കൊടുത്തു രക്ഷിതാക്കൾ. വുളു എടുക്കാൻ പറ്റില്ല, കാരണം അതും എന്താണ്, അനിവാര്യമായ ഒരു വസ്തുതയാണ്. അതാണ് പറഞ്ഞത് ഔ സബിയ്യൻ, കുട്ടിയുടെ ശുദ്ധീകരണത്തിനാലാണെങ്കിലും. എങ്ങനെയുള്ള കുട്ടിയാണ്? ലം യുമയ്യിസ്, മുമയ്യിസ് ആയിട്ടില്ല. മുമയ്യിസ് അല്ലാത്ത കുട്ടിയുടെ ഒന്നും സ്വീകരിക്കൂല, വുളു സഹിഹാവൂല. അപ്പൊ പിന്നെ എന്നാലും എന്ത് ചെയ്യണം? അവൻ തവാഫ് ചെയ്യുന്നത് അവന് വുളു ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പോലും, അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? ആ വെള്ളം പോലും പിന്നെന്തിന് പറ്റില്ല? അടുത്ത ഫർളല്ലല്ലോ, അത് സ്വീകരിക്കൂലല്ലോ എന്ന് ചോദിക്കണ്ട. കാരണം അത് അനിവാര്യമായ ഒരു ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ചു. ഇവിടെ ഫർള് എന്നത് വെക്കേണ്ടത് എന്നർത്ഥത്തിലാക്കാം. അപ്പം അതാണ് നിയ്യത്ത് വെക്കാത്ത മുമയ്യിസ് അല്ലാത്ത കുട്ടിയുടെ ശുദ്ധീകരണത്തിനാലാണെങ്കിലും ത്വവാഫിൻ, ത്വവാഫിന് വേണ്ടി ശുദ്ധീകരിച്ച കുട്ടി, അതാണെങ്കിലും വുളൂ, അതാണെങ്കിലും ശരി ഫർളിൽ ഉപയോഗിക്കപ്പെട്ടതാണ്. അത് പിന്നീട് എന്തിനു പറ്റില്ല? മറ്റൊരു ശുദ്ധീകരണത്തിനോ മറ്റൊരു കുളിക്കോ പറ്റുന്നതല്ല. അപ്രകാരം തന്നെ വൈറു മുസ്താമലിൻ ഫി ഫർളി ത്വഹാറത്തിൻ, ശുദ്ധീകരണത്തിന്റെ ഫർളിൽ ഉപയോഗിക്കപ്പെടാത്തത്. ശുദ്ധീകരണം ഏതൊക്കെ? മിൻ റഫ്ഇ ഹദസിൻ, അശുദ്ധിയെ ഉയർത്തലിനാൽ, വ ഇസാലത്തി നജസിൻ, നജസിനെ നീക്കലിനാലും. നജസ് നീക്കൽ നിർബന്ധമായ ഒരു കടമയാണ്. അപ്പൊ നജസ് നീക്കാൻ ഉപയോഗിച്ച വെള്ളവും എന്ത് ചെയ്യാൻ പാടില്ല? പിന്നീട് ഒരു ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. വ ഇസാലത്തി നജസിൻ, നജസ് നീക്കലിനാലും. വലൗ മഅഫൂവൻ അൻഹു, ആ നജസ് നീക്കാൻ നജസ് എന്ന് പറഞ്ഞത് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന നജസാണെങ്കിലും, ഉദാഹരണത്തിന് എന്റെ കുപ്പായത്തിൽ ചെറിയ അല്പം കൊതുകിന്റെ രക്തമായി, കൊതുകിന്റെ രക്തം മനഃപൂർവ്വമല്ലെങ്കിൽ എത്രയും പൊറുക്കപ്പെടുമെന്നും, മനഃപൂർവ്വമാണെങ്കിൽ പോലും കുറഞ്ഞത് പൊറുക്കപ്പെടുമെന്ന, എങ്കിൽ ആ കൊതുകിന്റെ രക്തം എനിക്ക് കഴുകിക്കൊള്ളണമെന്നില്ല. എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? എന്റെ ശബ്ദം കേൾക്കുന്നില്ല സുഹൃത്തുക്കളെ? അബ്ദുള്ള ബഹ്റൈൻ എന്ന സുഹൃത്ത് ചോദ്യചിഹ്നം തിരിയാത്തോണ്ട ചോദ്യത്തിന് അബ്ദുള്ള ബഹ്റൈൻ എന്നവരുടെ ചോദ്യത്തിന്റെ പ്രസക്തിയൊക്കെ തിരിഞ്ഞിട്ടില്ല. അബ്ദുള്ള ബഹ്റൈൻ എന്ന സുഹൃത്ത് ചോദ്യം ഇട്ടതിന് തിരിഞ്ഞിട്ടില്ല. അപ്പൊ ചോദ്യം അതെ എന്റെ ഇടയ്ക്ക് നമുക്ക് ആ വിഷയത്തിലേക്ക് ഇറക്കുന്നതിന് ഒന്ന് പറയാം. അപ്പോ സുന്നത്തിൽ ഉപയോഗിച്ച വെള്ളം ഫർളിൽ ഉപയോഗിക്കാമോ ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? വുളൂഇൽ മുഖം കഴുകിയ വെള്ളം ഒന്നാമത്തേത് മാറ്റിവെച്ചു അല്ലെ? രണ്ടാമത്തെ മുഖം കഴുകിയ വെള്ളവും മൂന്നാമത്തെ മുഖം വെള്ളവും നമ്മൾ വേറെ എടുത്തു വെക്കാണ്. എന്നിട്ട് അടുത്തതിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാം. നമ്മൾ സുന്നത്തായപ്പോ ഒന്നാമത്തെ മുഖം കഴുകി, അതാണല്ലോ ഫർള്. ആ വെള്ളം അങ്ങനെ തന്നെ ഉപേക്ഷിച്ചു. രണ്ടാമത്തെയും മൂന്നാമത്തെയും വുളൂഇൽ ഉപയോഗിക്കുന്ന മുഖം കഴുകുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യാണ്? മാറ്റിവെടുത്തു. എന്നാൽ അടുത്ത ഫർള് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. കാരണം ഫർളിൽ ഉപയോഗിക്കപ്പെട്ടതിന് എന്തുള്ളൂ? കുഴപ്പമുള്ളൂ. സുന്നത്തിൽ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇനിയും അടുത്ത ഫർളുകൾക്കും ഉപയോഗിക്കാം. ഫർളിൽ ഉപയോഗിച്ചാലേ എന്തുള്ളൂ? അത് മുസ്താമൽ എന്ന പരിധിയിലേക്ക് പെടുകയുള്ളൂ. അല്ലാതെ സുന്നത്തിൽ ഉപയോഗിച്ച വെള്ളമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്ന് പറഞ്ഞാൽ സുന്നത്ത് കുളിയിൽ ഉപയോഗിച്ചതോ സുന്നത്ത് കുളിയാൻ ഉപയോഗിച്ചത് ഫർള് തന്നെയാണല്ലോ. കാരണം സുന്നത്ത് കുളി സുന്നത്ത് ലഭിക്കണമെങ്കിൽ അതിന് അവിടെ സുഹൃത്തുക്കളെ കട്ടുണ്ടോ? എന്താ ഇതൊരു സുന്നത്തായ കുളിയിൽ
ഉപയോഗിച്ചതാണെങ്കിൽ നമുക്ക് എന്താണ് എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു കുളിയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം എന്തുകൊണ്ട്? ഇത് സുന്നത്താണ്. ഫർളിൽ ഉപയോഗിക്കപ്പെട്ടതിനാണ് ഈ ഒരു കുഴപ്പം ഉള്ളത്. അതുകൊണ്ടത് ശ്രദ്ധിക്കുക. അപ്പം അദ്ദേഹം ചോദിച്ചത് അങ്ങനെ തന്നെയാണ് ഉത്തരം. പിന്നെയോ, പിന്നെ നമ്മൾ അതിന്റെ എടുക്കുന്ന ഒരു വിഷയം ആരോ ഇതോ ചോദിക്കുകയോ എന്തോ ചെയ്തല്ലോ. ഇല്ല, എന്നാ പോട്ടെ. അപ്പൊ വൈസാലത്തി നജസിൻ, നജസിനെ നീക്കുന്നതിൽ ഉപയോഗിക്കപ്പെട്ടതും, നജസിനെ നീക്കലിനാൽ ശുദ്ധീകരണത്തിന്റെ ഫർള് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ശുദ്ധീകരണം? മിൻ റഫി ഹദസിൻ, അശുദ്ധിയെ നീക്കലിനാൽ. വ ഇസാലത്തി നജസിൻ, നജസിനെ നീക്കലിനാലും. ആ നജസ് വലവു മഅഫൂവൻ അൻഹു, വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന നജസാണെങ്കിലും എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ. ഉദാഹരണത്തിന് എന്റെ കയ്യിൽ, എന്റെ കുപ്പായത്തിന്റെ കയ്യിൽ എന്ത് ചെയ്തു? അല്പം രക്തമായി. ഏത് രക്തം? കൊതുകിന്റെ രക്തം. അതാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതുമാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ കൊതുകിന്റെ രക്തം പോയി കഴുകി. അപ്പോൾ ആ കഴുകാൻ ഉപയോഗിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം എന്താണ്? ഫർളിൽ ഉപയോഗിക്കപ്പെട്ടതാണ്. കാരണം നജസ് നീക്കാൻ ഉപയോഗിച്ച വെള്ളമാണ്. അപ്പോൾ അതെന്തിന് പറ്റൂല? അടുത്ത ശുദ്ധീകരണത്തിന് പറ്റൂല. അത് എന്നതാണ്. നജസിനെ നീക്കിയ വെള്ളം ഒരർത്ഥത്തിലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണോ? അതുപോലെ മുസ്തഅമലായ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരർത്ഥത്തിലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഹൗലുകളൊക്കെയും ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായിരിക്കുമല്ലോ. ആ വെള്ളം എന്തു ചെയ്യും? അപ്പൊ ഫർളിൽ ഉപയോഗിക്കപ്പെടാത്ത വെള്ളമായിരിക്കണ്ടേ? ഹൗല് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും മാറി മാറി വന്ന് ഫർളും സുന്നത്തും ഒക്കെ ഒന്നിച്ച്. അപ്പൊ ഹൗലിലുള്ള വെള്ളം മുസ്തഅമലല്ലേ? അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെയാവാം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവിടെ നിന്നാണ് നമുക്ക് നാളെ എടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്ത് മുന്നിലേക്ക് വരിക, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പിരിയാം. സമയം 6 മണിയായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, വല്ലാതെ കട്ടും അല്ലാതെ നമ്മളെ പ്രയാസപ്പെടുത്തുന്നുമുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ലൊരു രൂപത്തിൽ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് നല്ലത് പറയാനും പഠിക്കാനും അത് ജീവിതത്തിൽ ആവശ്യമാകുന്ന ഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാനും അല്ലാഹു നമുക്ക്. നല്ല വേനൽക്കാലത്ത് വെള്ളത്തിന്റെ ക്ഷാമം വരുന്ന സമയത്ത് ഒതു എടുക്കുമ്പോൾ താഴെ ഒരു ബക്കറ്റ് വെക്കും. കാരണം ഒതെടുക്കുന്ന വെള്ളം ആ ബക്കറ്റിക്ക് വീണാൽ ആ വെള്ളം പിന്നെ ബാത്റൂം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതായിരുന്നു എന്റെ ഒരു സംശയം. മൈക്ക് റിലീസ് ചെയ്യുന്നു. ഓൺസ് ചെയ്തിട്ട് മൂപ്പര് ചിലപ്പോ അവിടുന്ന് ക്ലാസ് എടുക്കായിരിക്കും. മൂപ്പരൊന്ന് പോയിട്ട് വരട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് ക്യാമ കാണാനില്ല എന്നുള്ളത് ഉസ്താദ് കേട്ടിട്ടില്ല, സംശയം കേട്ടിട്ടില്ല. ഉസ്താദ് ഏതായാലും പിന്നെ ആ വിഷയമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഉസ്താദ് നേരത്തെ DC ആയി പോയ സമയത്ത് ബഹുമാനപ്പെട്ട ഇക്കാമ കാണാനില്ല, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. അദ്ദേഹം ഒരു സംശയം ചോദിച്ചിരുന്നു. നാട്ടില് വേനൽക്കാലത്ത് പിന്നെ ഇക്കാമ കാണാനില്ല, നിങ്ങൾ തന്നെ ഒന്ന് മൈക്കിലേക്ക് വരും, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കാഫില നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും ഇപ്പോ നിങ്ങൾ തന്നെ പാലിച്ചില്ല. ഞാൻ മറ്റുള്ളവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് പറയാട്ടോ. കാരണം നമ്മൾ ഒരാളൊരു സംശയം ചോദിക്കുമ്പോൾ അത് ഇക്കാമിന്റെ മാത്രം സംശയമായിട്ട് തോന്നരുത്. ആ ചോദിച്ച സംശയം എന്തായിരുന്നു എന്ന് കേൾക്കുന്നവരും മനസ്സിലാക്കണം. കാരണം ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നതാണ്. ഉസ്താദ്, ഞാൻ ചോദിച്ചത് നല്ല വേനൽക്കാലത്ത് വീട്ടിൽ ചിലപ്പോൾ വെള്ളത്തിന്റെ നല്ല ക്ഷാമം ഉണ്ടാവും. അപ്പൊ ആ വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാവുമ്പോൾ പൈപ്പ് തുറന്ന് ഒതെടുക്കുമ്പോൾ പിന്നെ അടിയിൽ ബക്കറ്റ് വെക്കും. ബക്കറ്റ് വെച്ചാൽ പിന്നെ കുറച്ച് വെള്ളം വേസ്റ്റ് ആവാതെ ആ വെള്ളം നമുക്ക് മറ്റു ബാത്റൂം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയൊരു സംശയം എന്റെയും കുഞ്ഞോളി പറഞ്ഞ മീൻസ് ഞങ്ങൾ വൈഫിന്റെ ഇടയിൽ ഇങ്ങനെ സംശയം വന്നപ്പോൾ അന്ന് ഞാൻ
പറഞ്ഞിരുന്നു ഇനി ഏതെങ്കിലും ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാന്നുള്ളത്. ഇപ്പോഴാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. മൈക്ക് റിലീസ് ചെയ്തു. എനിക്ക് പൂർണ്ണമായി ചോദ്യം മനസ്സിലായില്ല. ഞാൻ ചോദ്യം ഒന്ന് പറയാം. അപ്പൊ ഒന്ന് ബഹുമാനപ്പെട്ടവര് അതിന് പ്രതികരിച്ചാൽ മതി. കട്ടുണ്ടോ? അല്ല എന്റെ റബ്ബേ, കട്ടില്ലല്ലോ. ഇല്ല. ഞാൻ മനസ്സിലാക്കിയത് അതൊരു പാത്രം വെക്കും. ആ പാത്രം വെച്ചതിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ വുളു എടുക്കുന്നതിന്റെ കൂടെ കുറച്ച് വെള്ളമൊക്കെ അതിലേക്ക് ഉറ്റും, കുറെ വുളുവിൽ ഉപയോഗിക്കുന്ന വെള്ളവും ഉറ്റും, അല്ലെ? അങ്ങനെയാണ് ആ വെള്ളം പിന്നെ അടുത്ത മലമൂത്ര വിസർജനത്തിനും അല്ലെങ്കിൽ അടുത്ത വുളുവിനൊക്കെ പറ്റുമെന്നാണോ, അല്ല പാത്രം കഴുകാനും മറ്റൊക്കെ പറ്റുമെന്നാണോ? ഇക്കാമാണല്ലോ ഒന്ന് ക്ലിയർ ചെയ്താലും. ആ വെള്ളം ഇനി എന്തിന് പറ്റുമെന്നാ ചോദിച്ചത്? പാത്രം കഴുകുക പോലെ അങ്ങനെയുള്ള നിർബന്ധമല്ലാത്ത കാര്യമാണെങ്കിൽ പറ്റും എന്ന് പറയുന്നത് നമുക്ക് സംശയമില്ല. അതേസമയം ബാത്റൂം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജന ശുദ്ധീകരണത്തിനാണോ? മലമൂത്ര വിസർജന ശുദ്ധീകരണമാണോ അല്ല ബാത്റൂം കഴുകാനാണോ? ശുദ്ധീകരണത്തിന് പറ്റാൻ സാധ്യതയില്ല. കാരണം എന്ത് പറഞ്ഞാല് നമ്മൾ അടിയിൽ വെക്കുന്ന ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഫർളിൽ ഉപയോഗിക്കുന്ന കൈയിന്റെയും മുഖത്തിന്റെയും ഒക്കെ വെള്ളം നന്നായി ഉറ്റും. നന്നായി ഉറ്റി എന്തായാലും ഒരു ബക്കറ്റ് വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരം മുസ്താമലായ വെള്ളം ഉറ്റുമ്പോൾ ആ ആ മുസ്താമലായ വെള്ളം എന്ത് ചെയ്യും? നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമാണ്. അപ്പൊ അത് ബാത്റൂമിലെ വൃത്തിയാക്കലൊക്കെ ഓക്കെ, അതായത് നമ്മുടെ ശുദ്ധീകരണം എന്ന പ്രക്രിയക്ക് അത് പറ്റൂല. അത് വെള്ളം കൂടുതലുള്ള കാലാണെങ്കിൽ ഇനി അഥവാ പ്രയാസമാണെങ്കിൽ മറ്റേ കല്ലുപയോഗിക്കാന്നല്ലാതെ അതിന്റെ പേരിൽ മുസ്താമലായ വെള്ളത്തെ അംഗീകരിക്കാൻ കഴിയില്ല. മനസ്സിലായിരിക്കും എന്ന് പറയും. എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചോദിക്കുക. സമയം 6:15 നാട്ടിൽ നന്ന വൈകി. ഇൻഷാല്ലാ വേണമെങ്കിൽ നമുക്ക് നാളെ ഫസ്റ്റ് തന്നെ കുറച്ച് സംശയങ്ങളാക്കി ക്ലാസ്സിലേക്ക് നിന്ന് അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഞങ്ങൾ കുറെ അങ്ങനെ ഉപയോഗിച്ചിരുന്നു കുറെ കാലം. അള്ളാഹു വൃത്തിയരട്ടെ എന്ന് പറയാം, അല്ലേ? ഇൻഷാ അല്ലാ. ബിൻ ഹൈദർ ഉസ്താദ് റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ ഞാൻ മൈക്കിലേക്ക് ക്ഷണിച്ച് ഏതായാലും ഞാൻ ക്ലാസ് തൽക്കാലം സമാപിക്കും. ഇൻഷാ അല്ലാ നമുക്ക് നാളെ ഒന്നാവാൻ നേരത്തെ ഒന്നെല്ലാവരും വന്നാൽ ക്ലിയർ ആയി ചെയ്താൽ പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും സ്വീകരിക്കുമാറാവട്ടെ. അവന് പ്പെട്ട രൂപത്തിൽ എൽമു പഠിക്കാനും അത് പ്രവർത്തിക്കാനും അത് പ്രചരിപ്പിക്കാനും അള്ളാഹു ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം തൗഫീക്ക് ചെയ്യുകയും മരിക്കൽ ഖൈറാവുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമ്മയും വേണ്ടപ്പെട്ടവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. عليكم السلام ورحمة الله تعالى وبركاته. جزاك الله خيرا وتقبل الله منك. الحمد لله. കുറച്ച് സമയം അതിന്റെ തുടക്കം മുതൽ എപ്പോഴും കേൾക്കാമെന്ന് വിചാരിക്കും. ഞാൻ കേൾക്കാറില്ലെങ്കിലും മറ്റ് പലരും കേൾക്കാറുണ്ട്. പിന്നെ കാരണം ഇവിടെ അസറിന്റെ സമയത്താണ് ഉസ്താദിന്റെ ക്ലാസ് തുടങ്ങുന്നതും അതിന്റെ അവസാനത്താണ് എത്തുന്നതും. എനിക്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഈ ഭാഗത്തുള്ള കുറച്ചുകൂടി മുന്നോട്ടാണ്. അടുത്ത നാളത്തെ ക്ലാസ്സിലേക്കാകാം. കുറെ കട്ടായിരുന്നു ഉസ്താദിൻ്റെത്. എനിക്ക് മാത്രമുള്ള കുഴപ്പമൊന്നും അറിയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് വന്നിരുന്നു. അപ്പൊ പലർക്കും ഉണ്ടായിരുന്നു. ജസാക്കല്ലാഹ്. ഏതായാലും അള്ളാഹു ഉസ്താദിന്റെ ഈ ക്ലാസ് സ്വാലിഹായ അമലെ സ്വീകരിക്കട്ടെ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സായി